ബാക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എൻ്റെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ എനിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. പക്ഷേ വീട്ടിൽ നിന്ന് ഉമ്മാട് പറയാതെ ഇറങ്ങുന്നത് റിസ്ക്കാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് വേണം ഗിഫ്റ്റ് വാങ്ങാനായിട്ട്. ഞാനിപ്പോൾ റൂം അടച്ചിട്ട് ആണ് ഈ പർദ്ദയൊക്കെ ഇട്ടിരിക്കുന്നത്. ഉമ്മക്കറിയത്തില്ല, ഉമ്മ പുറത്തുണ്ട്. ഇപ്പോൾ എന്ത് പറഞ്ഞിറങ്ങുമെന്ന് എനിക്ക് അറിയില്ല. എന്തെങ്കിലുമൊക്കെ കള്ളം പറയണം. എന്ത് ഗിഫ്റ്റ് വാങ്ങണമെന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. എന്ത് വാങ്ങണമെന്നുള്ളൊരു ഐഡിയ പോലും ഇല്ല. അപ്പോൾ ആദ്യം ഇവിടെ നിന്നൊന്ന് പുറത്ത് ചാടണം, അതാണ് ഫസ്റ്റ് ടാസ്ക്. അത് ഉമ്മ ശരിക്കും പറഞ്ഞാൽ മറന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ക്ലൂ പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് എനിക്ക് രാവിലെ പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ബാക്കി പുറത്തെത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ കഷ്ടിച്ച് വീട്ടിൽ നിന്ന് പുറത്ത് ചാടി. എങ്ങനെയെങ്കിലും ഉമ്മ ഞാൻ വരുന്നത് കണ്ടു. ഉമ്മ ആദ്യം ചോദിച്ചു, നീ എവിടെയാണ് പോകുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം, ഞാൻ പോയി വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഉമ്മ വിടുന്ന ഒരു ലക്ഷണമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, പോയി വന്നിട്ട് പറയാൻ. ഞാൻ ആദ്യം ഇപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞു ഒരൊറ്റ ഓട്ടാണ് ഓടിയത്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, എന്താ വാങ്ങണ്ടേന്ന് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ പോകുന്ന വഴിക്ക് തീരുമാനിക്കണം, അവിടെ എത്തിയിട്ട് നോക്കാം. അങ്ങനെ ഇതാ ഷോപ്പിലെത്തിയപ്പോൾ ഞാൻ ഈ 2 സാധനങ്ങളാണ് ആദ്യം നോക്കിയത്. പിന്നെ കരുതി അത് വേണ്ടാന്ന് വെച്ച്. പിന്നെ ഈ ഒരു മാല ഞാൻ കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, ഉമ്മാക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നി. അങ്ങനെ ഈ ഒരു മാല തന്നെ ഞാൻ പാക്ക് ചെയ്ത് വാങ്ങിച്ചു. ഗൈസ്, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് വീട്ടിലെത്തി. ഗിഫ്റ്റ് വാങ്ങിച്ചു. ഞാൻ നേരത്തെ ബ്രദറിന് കോൾ ചെയ്തപ്പോൾ ഉമ്മയാണ് എടുത്ത് സംസാരിച്ചത്. ശരിക്കും ഞാൻ പറഞ്ഞതിന് ശേഷമാണ് ഉമ്മ സംസാരിച്ചത്. അതുകൊണ്ട് ഉമ്മക്ക് ചെറിയൊരു ക്ലൂ കിട്ടി എന്താ സംഭവം എന്ന് വെച്ചിട്ട്. അങ്ങനെ അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്, വാച്ചാവോ അതോ ഡ്രസ്സ് മതിയോ എന്നുള്ള രീതിക്ക് ചോദിച്ചു. അപ്പോൾ ഉമ്മ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഈ 2 സാധനവും വാങ്ങാതെ മാലയാണ് വാങ്ങിയത്. അപ്പം അതറിയത്തില്ല ഉമ്മാക്ക്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഉമ്മാൻ്റെ റിയാക്ഷൻ കാണാം. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ബ്രദർ എവിടുന്നോ ഒരു കൊക്കോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിച്ച് നോക്കിയപ്പോൾ മധുരവും ഉണ്ട്, നല്ലൊരു പുളിയും ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടി കഴിച്ചു. നല്ല പുളിയുണ്ട് ഗൈസ്. അപ്പോൾ ഉമ്മാക്ക് ഗിഫ്റ്റ് ഇഷ്ടമായിട്ടുണ്ട്. ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഉമ്മാൻ്റെ മുഖത്ത് കാണുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മളൊരു ഫ്രെയിം വർക്കാണ് ചെയ്ത് കൊടുത്തതിന്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക് ഒന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ആ ഒരു ആൻറ്റിക്കയുടെ മാല ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് ഞാനും എൻ്റെ ബ്രദേഴ്സും കൂട്ടി പൈസ കൂട്ടിയിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. നമുക്ക് ലൈഫിൽ കിട്ടുന്നത് ചെറിയ ചെറിയ മൊമെൻറ്റ്സ്, സന്തോഷിക്കാൻ വേണ്ടി കിട്ടുന്നത് കുറച്ച് മൊമെൻറ്റ്സാണ്. ആ ഒരു കിട്ടുന്ന മൊമെൻറ്റ്സിൽ നമുക്ക് സന്തോഷത്തോടെ കഴിയാന്നുള്ളതാണ് നമുക്കുള്ള ഒരു പണി എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്ന മൊമെൻറ്റ്സ് സന്തോഷത്തോടെ കഴിയുക, അതെനിക്ക് പറയാനുള്ളത്. അപ്പോൾ
ഇപ്പോൾ ബാക്കിൽ ചെറിയൊരു നോയ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അനിയന് മൗലിദ് ഓതുകയാണ്. ഇന്ന് എൻ്റെ മാമ മരിച്ചതിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ്. അപ്പോൾ അങ്ങനെ അവന് മൗലിദ് ഓതുന്നതിൻ്റെ ഒരു നോയ്സാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.